മുലപ്പാലും കണ്ണീരും. 3 നോമ്പിൽ ചൊവ്വാഴ്ച പ്രഭാതത്തിൻ്റെ പ്രാർത്ഥനയിൽ നിന്നും. ശിശു തൻ്റെ അമ്മയുടെ മുലപ്പാലിൽ നിന്ന് അകറ്റപ്പെട്ടു. അമ്മയോടെ ശിശു നിലവിളിച്ചു. അവളും കുഞ്ഞിനോടുകൂടെ ഉറക്കെ കരഞ്ഞു. അമ്മമാരുടെയും അവരുടെ പൈതങ്ങളുടെയും നിലവിളി ശബ്ദങ്ങൾ കൂടിക്കലർന്നു. അവരുടെ അപേക്ഷയിൽ നെടുവീർപ്പിൻ്റെ തേങ്ങലുകൾ മുഴങ്ങി. സങ്കടം മൂലം വാവിട്ട് നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവരുടെ അമ്മമാരിൽ നിന്ന് മുലപ്പാലും കണ്ണീരും ഒരുമിച്ച് ഒഴുകി. പ്രാചീന കാലത്ത് സമ്പൽസമൃദ്ധവും സാംസ്കാരിക കേന്ദ്രവുമായിരുന്ന നിനവേ പട്ടണത്തിലെ അനീതിക്കും അധാർമികതയ്ക്കും എതിരെ പ്രവചിക്കാനാണ് യോനാൻ പ്രവാചകനെ ദൈവം അയച്ചത്. ആസന്നമായ മഹാനാശത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് കേട്ട് നഗരം മുഴുവൻ അനുതപിച്ചു. രാജാവ് മുതൽ ശിശുക്കൾ വരെ ആ അനുതാപത്തിൽ പങ്കുചേർന്നതായി യോനാ പ്രവാചകൻ്റെ പുസ്തകം രേഖപ്പെടുത്തുന്നു. പൈതങ്ങൾക്ക് മുലപ്പാൽ കിട്ടാതായി അമ്മമാരും പൈതങ്ങളും തേങ്ങിക്കരഞ്ഞു. ഒരേ സമയം മുലപ്പാലും കണ്ണീരും ഒഴുക്കുന്ന അമ്മമാരുടെ ചിത്രം ഇന്നും നമുക്ക് ചുറ്റും കാണാം. പലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റും ദരിദ്രമായ കുടുംബങ്ങളിലും മാത്രമല്ല, മനുഷ്യത്വഹീനമായ പെരുമാറ്റങ്ങൾ മൂലം, തകർന്ന ബന്ധങ്ങൾ മൂലം ദുഃഖഭാരവും കൈക്കുഞ്ഞുങ്ങളെയും പേറുന്ന അമ്മമാരെ സമ്പന്ന കുടുംബങ്ങളിലും ധാരാളം കാണാം. മനുഷ്യ സംസ്കാരത്തിൻ്റെ ഉയർന്ന പടികളിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് എന്ന് നാം അഭിമാനിക്കുന്നു. പക്ഷേ അതിഭയാനകമായ നാശത്തിൻ്റെ വക്കിലേക്കാണ് നമ്മുടെ ലോകം നീങ്ങുന്നത്. പാരിസ്ഥിതികമായ വൻ ദുരന്തങ്ങൾ അരങ്ങേറി തുടങ്ങി. നമ്മുടെ കടലുകളും കരകളുമെല്ലാം കൂടുതൽ ചൂടായി തുടങ്ങി. ഭൂമി ചുട്ടുപഴുത്ത് സർവ്വജീവനും ഇല്ലാതാകുമെന്ന് അറിവുള്ളവർ പറയുന്നു. രാഷ്ട്രത്തലവന്മാർ സുരക്ഷയുടെ പേരിലും ദേശീയതയുടെ പേരിലും സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയും മനുഷ്യ സംഹാരം ആരംഭിച്ചു കഴിഞ്ഞു. മതനേതാക്കൾ ഈ ഭൗതിക ലോകത്തിൻ്റെ ലക്ഷ്യങ്ങളോട് അനുരൂപപ്പെടുവാൻ കഠിനമായി ശ്രമിക്കുന്നു. അപ്പോൾ സാധാരണ മനുഷ്യർ, വിശ്വാസികൾ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ചിതറിപ്പോകുന്നു. മനുഷ്യഭാവിയാണ് വൻ ഭീഷണിക്ക് വിധേയമാകുന്നത്. ഇത് സ്വന്തം അനുഭവത്തിലൂടെ തിരിച്ചറിയുന്നത് ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും മുലകുടി മാറാത്ത കുരുന്നുകളുമാണ്. അമ്മയുടെ മുലപ്പാൽ ഭാവിക്ക് വേണ്ടിയുള്ള വാഗ്ദാനവും പോഷണവുമാണ്. എത്ര ദുഃഖപൂർണമാവും നിരാശാജനകവുമായ സാഹചര്യത്തിലും അമ്മമാർ ശിശുക്കൾക്കായി മുലചുരത്തും. സ്നേഹത്തിൻ്റെ ആർദ്രതയാണിത്. ജീവൻ്റെ വാഗ്ദാനമാണത്. കണ്ണീർ തീവ്രമായ വേദനയുടെയാകാം, കഠിനമായ പശ്ചാത്താപത്തിൻ്റെയാകാം, കൂരിരുട്ടിൽ തെളിയുന്ന മിന്നാമിനുങ്ങിൻ്റെ വെട്ടം കണ്ടാവാം, നിഷ്കളങ്കമായ സന്തോഷത്തിൻ്റെയാവാം. ഇതെല്ലാം ഭാവിയെക്കുറിച്ചാണ്, ജീവൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചാണ്. മുലപ്പാലും കണ്ണീരും ഒരുമിച്ച് വന്നാൽ അത് മഹാഭവിഷ്യത്തിൻ്റെ ലക്ഷണമാകാം. നമുക്ക് അനുതപിക്കാം.